19 ദിവസം ഇടം. GS കൽജോയുടെ സെക്കൻഡ് കമ്മിങ് എന്നൊരു കഥയുണ്ട്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ് പ്രതിപാദ്യ വിഷയം. ലോകാവസാനത്തിലെ രണ്ടാം വരവല്ല, ഒരു ക്രിസ്മസ് ദിനത്തിലെ രണ്ടാം വരവ്. പണ്ട് യൗസേപ്പ് മാതാവും ഇടം തേടിയണഞ്ഞ സത്രങ്ങളിലേക്ക് ഒരു ക്രിസ്മസ് രാത്രിയിൽ ക്രിസ്തു കടന്നു വരികയാണ്. തങ്ങളുടെ വാതിക്കലാണ് യൗസേപ്പും മേരിയും പണ്ട് മുട്ടി വിളിച്ചത്. അന്ന് തുറന്നു കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് ഓരോ സത്ര ഉടമയും തീരുമാനിച്ചിരുന്നു. അതിനാൽ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അവർ ഒരുക്കിയിരുന്നത്. കൊടിതോരണങ്ങളും നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും ആകപ്പാടെ വർണ്ണപ്പകിട്ടാണ് അവിടെ. പണ്ടോ തനിക്കവിടെ ഇടം കിട്ടിയില്ല, ഇന്നെങ്കിലും ഇനിയെങ്കിലും തനിക്കവിടെ എവിടെയെങ്കിലും അല്പം സ്ഥലം കിട്ടാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെയാണ് ക്രിസ്തു കടന്നു വരുന്നത്. ഓരോ സത്രവാദിക്കലും അവൻ മുട്ടിവിളിച്ചു. എല്ലായിടത്തു നിന്നും ഒരേ മറുപടിയാണ്: ഇവിടെ ക്രിസ്മസ് ആഘോഷമാണ്, എല്ലാ മുറികളും ബുക്ക്ഡാണ്, താങ്കൾക്ക് സ്ഥലമില്ല. രണ്ടാം വരവിലും തിരസ്കൃതനായ ക്രിസ്തു തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ ആത്മഗതമായി ഇങ്ങനെ പറയുന്നു: സത്രമെന്നാൽ അഭയകേന്ദ്രമാണെന്നാണ് അർത്ഥം. ഇന്ന് അഭയകേന്ദ്രങ്ങൾക്ക് അർത്ഥം നഷ്ടപ്പെടുകയാണല്ലോ എന്ന്. എന്നിട്ട് അവൻ ലക്ഷ്യമെത്താതെയുള്ള തൻ്റെ യാത്ര തുടർന്നു. രക്ഷകന് പിറക്കാൻ സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്ന മൊഴി ക്രിസ്മസിലെ വലിയ നോവാണ്. പിറക്കാൻ ഇടം കിട്ടാതിരുന്നിട്ടും ഈശോ ഇടം നിഷേധിക്കപ്പെട്ടവർക്ക് സ്വീകാര്യതയുടെ ഇടമായി, പുറത്താക്കപ്പെട്ടവർക്ക് ആശ്വാസത്തിൻ്റെ അഭയകേന്ദ്രമായി. ഇടമെന്നത് കേവലം ഭൗതികമായ ഒരു സ്ഥലമല്ല, അത് സ്വീകരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, രക്ഷയുടെ ഒരിടമാണ്. ഈ ക്രിസ്മസ് കാലത്ത് നമുക്കും നമ്മോട് തന്നെ ചോദിക്കാം: എൻ്റെ ഹൃദയത്തിൽ കർത്താവിന് ഒരു ഇടമുണ്ടോ? ക്രിസ്മസ് ഒരിടം കിട്ടാതെ പോയ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ ആ ഓർമ്മ നമ്മെ പ്രചോദിപ്പിക്കണം. നാം ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും ഈശോയ്ക്കും അവൻ്റെ സ്നേഹത്തിനും അവൻ്റെ സാക്ഷ്യത്തിനും ഇടം നൽകണം. എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു ഇടമുണ്ട് എന്നതാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല വാചകം. ആമേൻ.